ഹായ് കുട്ടികളെ, നമുക്കിന്ന് കിർച്ചോഫ്സ് റൂൾസിനെ പറ്റി പഠിക്കാം. കിർച്ചോഫ്സ് റൂൾസ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റീവ് സർക്യൂട്ടുകളിൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അവർ തമ്മിലുള്ള റിലേഷനെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന റൂൾസ് ആണ്. 2 റൂൾസ് ആണുള്ളത്. ഒന്നാമത്തെ റൂളിനെ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ എന്ന് വിളിക്കും. രണ്ടാമത്തെ റൂളിനെ വോൾട്ടേജ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. അപ്പം നമുക്ക് ആദ്യം തന്നെ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ എന്താണെന്നുള്ളത് അറിയാം. ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂളിനെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സർക്യൂട്ട് ഇവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കും. ഞാൻ ഇതിന്റെ കുറച്ചുകൂടി കട്ടി കൂട്ടട്ടെ. Let's assume that we are having a junction of a circuit. ഒരു സർക്യൂട്ടിന്റെ ജംഗ്ഷൻ ആണ് ഇതെന്ന് സങ്കല്പിക്കും. അതായത് ഇവിടെ നിന്നും സർക്യൂട്ട് നിൽക്കുകയല്ല, ഇതിങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലോസ് സർക്യൂട്ടിന്റെ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ആണ്. ആ ജംഗ്ഷനിൽ നമുക്ക് കുറച്ച് കറണ്ടുകൾ എൻറ്ററും ലീവും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വയറിലൂടെ നമുക്ക് പറയാം ഒരു I1 കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ട് സങ്കല്പിക്കും. ഈ വയറിലൂടെ ഒരു I2 കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വയറിലൂടെ സ്വാഭാവികമായിട്ടും ഒരു I3 കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജംഗ്ഷൻ റൂൾ ഇത്രയേ പറയുന്നുള്ളൂ: സിഗ്മ I ഓഫ് എ ജംഗ്ഷൻ വിച്ച് ഇസ് ക്ലോസ്ഡ് അറ്റ് ഓൾ ദ പോയിന്റ്സ് വിൽ ബി 0. അതായത് sum of current entering into the junction is equal to sum of current leaving from the junction. അതായത് എത്രത്തോളം കറണ്ട് ജംഗ്ഷനിലേക്ക് കയറി വരുന്നുണ്ടോ അത്രത്തോളം കറണ്ട് തന്നെ ലീവ് ചെയ്ത് പോകണം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ I1 I2 കറണ്ടിന് കാര്യങ്ങൾ എങ്ങനെയാ? I1 കറണ്ട് ആണെങ്കിലും I2 കറണ്ട് ആണെങ്കിലും എൻട്രി ചെയ്യാണ്, ജംഗ്ഷനിലേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്. I3 കറണ്ട് ലീവ് ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ പറയാം: I1 plus I2 that is the sum of current entering into the junction. അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? സം ഓഫ് കറണ്ട് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ ഈക്വൽ ആയിരിക്കും, അതായത് I3ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ജംഗ്ഷൻ റൂൾ. ജംഗ്ഷൻ റൂളിനെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെ കറണ്ട് റൂളിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരു ലെറ്റ്സ് ഹാവ് എ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഓവർ ഹിയർ. നമുക്ക് ഞാനിവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഒരു ചോദ്യമൊക്കെ ആക്കട്ടെ. അതായത് ഇവിടെ നിന്ന് ഒരു 2 ആംപിയർ കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു 1 ആംപിയർ കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ ഒരു 5 ആംപിയർ കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലൂടെ ഒരു 2 ആംപിയർ കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്, ഇനി ലീവ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ആണെങ്കിൽ ഒരു 6 ആംപിയർ കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ബാക്കിയുള്ള വയറിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? ബാക്കിയുള്ള വയറിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ പറയണം. നമുക്കൊന്ന് വെറുതെ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ലെറ്റ്സ് ഹാവ് ഇനി ഇവിടെയും കൂടി ഒരു കാര്യം പറയട്ടെ. ഇതിലൂടെയും കൂടി ഇവിടെ കൂടിയും ഒരു 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്ന് സങ്കല്പിക്കും. 1 ആംപിയർ കറണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ 1 ആംപിയർ കറണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ നിങ്ങൾക്കൊരു ജംഗ്ഷൻ കാണുന്നില്ലേ? ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ആംപിയർ കറണ്ടും 1 ആംപിയർ കറണ്ടും ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ സം ഓഫ് കറണ്ട് ലീവിങ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് കറണ്ട് എൻട്രിങ്. അതിന്റെ അർത്ഥം ഇവിടെ എൻറ്റർ ചെയ്യുന്ന കറണ്ട്, അതായത് ഇവിടുന്ന് എത്ര കറണ്ടാ ലീവ് ചെയ്യുന്നത്? 2 ആംപിയർ പ്ലസ് 1 ആംപിയർ 3 ആംപിയർ. അപ്പം അതേ 3 ആംപിയർ കറണ്ട് ഇവിടെ എൻറ്റർ ചെയ്യണം അല്ലേ? അതുകൊണ്ട് we will have to say this current is 3 ആംപിയർ. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 3 ആംപിയർ ആണെന്ന് മനസ്സിലായി. ഇനി ഈ ജംഗ്ഷനിൽ നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 ആംപിയർ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യാണ്. 6 ആംപിയർ കറണ്ടും ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് കറണ്ട് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ എത്രയാ? 3 + 6 9. അത് ആയിരിക്കണം സം ഓഫ് കറണ്ട് എൻട്രിങ് ടു ദ ജംഗ്ഷൻ. അതുകൊണ്ട്
ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യണം. ആ എൻ്റർ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 3 + 6 is 9. അപ്പോൾ ഇവിടെ 9 ആംപിയർ കറണ്ട് എൻ്റർ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പം ഇവിടെ മനസ്സിലായി. ഇനി നമുക്ക് ഈ ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഈ ജംഗ്ഷനിൽ നോക്കുമ്പം 2 ആംപിയർ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, 9 ആംപിയർ കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഉള്ള കറണ്ട് എത്രയാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് 2 ആംപിയർ കറണ്ട് എൻ്റർ ചെയ്താൽ ഒരിക്കലും 9 ആംപിയർ കറണ്ട് ലീവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? 9 ആംപിയർ കറണ്ട് ലീവ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും 9 ആംപിയർ കറണ്ട് എൻ്റർ ചെയ്യണം. 9 ആംപിയർ കറണ്ട് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ കൂടെ എത്ര ആൾക്കാർ എൻ്റർ ചെയ്യണം? 9 ആക്കണമെങ്കിൽ ഇതിലൂടെ ഒരു 7 ആംപിയർ കറണ്ടും കൂടി എൻ്റർ ചെയ്യണം. ശരിയല്ലേ? അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 7 ആംപിയർ ആണ്. മനസ്സിലായി? കാരണം നോക്കി നോക്ക്, 2 + 7 എത്രയാണ്? 9. ആ 9 അല്ലേ ഇതിലൂടെ പാസ് ചെയ്യും. റെഡി അല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് ആ സർക്യൂട്ടിലെ മൊത്തം കാര്യങ്ങൾ സോൾവ് ചെയ്യാം. റെഡി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് റൂൾ, കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ചെയ്യുന്നത്. എന്താണ് കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ? സം ഓഫ് കറണ്ട് എൻറ്ററിങ് ഇൻ ടു ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ. ക്ലിയർ? ഇനി നമുക്ക് കിർച്ചോഫ്സിന്റെ സെക്കൻഡ് റൂൾ പറയണം. സെക്കൻഡ് റൂളിനെ പറയുന്ന പേര് വോൾട്ടേർ റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ അല്ലേ? വോൾട്ടേർ റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. എങ്ങനെയാണ് ഈ വോൾട്ടേർ റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ പറയാം? അതിനു വേണ്ടിയിട്ട് ലെറ്റ്സ് കൺസിഡർ എ സർക്യൂട്ട് ഓവർ ഹിയർ. വി ആർ കൺസിഡറിങ് എ സർക്യൂട്ട് ലൈക്ക് ദിസ്. ഇവിടെ ഞാൻ എളുപ്പത്തിൽ പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഹാവ് എ സർക്യൂട്ട് ഓവർ ഹിയർ. ഈ സർക്യൂട്ടിൽ നമുക്ക് ഇവിടെ ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു 1 ഓം റെസിസ്റ്റർ ഉണ്ട് എന്നുള്ളത് സങ്കല്പിക്കുക. ഇവിടെ ഒരു 3 ഓം റെസിസ്റ്റർ ഉണ്ട്, ആൻഡ് വി കുഡ് ഈവൺ ഹാവ് എ 4 ഓം റെസിസ്റ്റർ ഓവർ ഹിയർ. ഇങ്ങനെ 4 റെസിസ്റ്റർ ഉണ്ട്. റെസിസ്റ്റേഴ്സ് കൂടാതെ നമുക്ക് ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ബാറ്ററി അല്ലെ സെല്ല്. ഇവിടെ ഉള്ള ബാറ്ററി നമുക്കിപ്പോൾ പറയാം ഒരു 10 വോൾട്ട് ബാറ്ററിയാണ്. ഇനി അതുകൂടാതെ ഇവിടെയും ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ലെറ്റ്സ് സേ ഇറ്റ്സ് 20 വോൾട്ട് ബാറ്ററി. ഇങ്ങനെയുള്ളൊരു സർക്യൂട്ട് നമ്മൾ അങ്ങോട്ട് ഡിസൈൻ ചെയ്തു. ഇനി ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വാട്ട് ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഈച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഇതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് അസ്യൂം ചെയ്യും. അതായത് നമുക്ക് എങ്ങനെയാ കറണ്ട് ഫ്ലോ ചെയ്യാന്ന് അറിയില്ല, പക്ഷെ നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അസ്യൂം ചെയ്യാണ് ഈ 10 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എത്രയാ കറണ്ട് നമുക്കറിയാം? ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ പാസ് ചെയ്യുന്ന ഈ കറണ്ടിന് I1 എന്ന് കൊടുത്തു. ഒരു I1 കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഈ 20 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ഒരു കറണ്ട് പാസ് ചെയ്യും. ഇതൊരു ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ട്. ആൻഡ് ലെറ്റ്സ് കോൾ ദാറ്റ് കറണ്ട് ആസ് I2. ഇനി ആ I2 കറണ്ട് ഇതാ ഇവിടെ എത്തും അല്ലേ? ശരിയല്ലേ? ഈ I1 കറണ്ടും I2 കറണ്ടും കൂടി ഇതിലൂടെ പാസ് ചെയ്യണം അല്ലേ? അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാം, അത് I1 + I2 എന്ന് പറയുകയാണ്. തെറ്റല്ലല്ലോ? അല്ല. ഇനി ആ I1 + I2 കറണ്ട് ഇതാ ഇതിലൂടെ പാസ് ചെയ്ത്, അതായത് കറണ്ട് വിച്ച് ഇസ് പാസിംഗ് ത്രൂ 2 ഓം റെസിസ്റ്റേഴ്സ് I1 + I2, അതിങ്ങനെ പാസ് ചെയ്തിട്ട് ഇതാ ഇവിടെ എത്തും. ഇവിടെ എത്തുന്ന കറണ്ടും I1 + I2 തന്നെയാണ്. ആ I1 + I2 കറണ്ട് എന്ത് ചെയ്യും? നമ്മളുടെ ഈ വയറിലൂടെ ഇവിടെ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 ആണെങ്കിൽ ഇങ്ങോട്ട് കയറുന്ന കറണ്ട് എന്തായിരിക്കണം? I1 തന്നെ ആയിരിക്കണം. അപ്പം ഇവിടെ ഉള്ള കറണ്ട് I1 ആണ്. അതിൻ്റെ അർത്ഥം ഇവിടെ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലൂടെ ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കണം? I2 തന്നെ. I2 കറണ്ട് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്തു. ഇനിയാണ് നമ്മളുടെ റൂൾ വരുന്നത്. നമ്മളെ റൂളിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമുല അതാണ്, സിഗ്മ E = സിഗ്മ IR. ഇതാണ് നമ്മളുടെ വോൾട്ടേർ റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂളാണിത്. സം ഓഫ് EMF ഓഫ്
cells in a closed loop is equal to the sum of the product of current and resistance. ഒന്നുകൂടി പറയാം. The sum of EMF of cells in a closed loop, important ആണ്, is equal to the sum of the product of current and resistance inside it. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ലൂപ്പ് റൂളിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയട്ടെ, ലെറ്റ്സ് ഹാവ് എ ക്ലോസ്ഡ് ലൂപ്പ് ഓവർ ഹിയർ. അപ്പം നമ്മളുടെ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ഇത് അല്ലേ? അപ്പം ഇതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് എങ്കിൽ വി ആർ ഹാവിങ് എ ക്ലോസ്ഡ് ലൂപ്പ് ഓവർ ഹിയർ. ഈ ക്ലോസ്ഡ് ലൂപ്പിൽ നമ്മൾ ലൂപ്പിന്റെ ഡയറക്ഷൻ ഇടണം. ലൂപ്പിന്റെ ഡയറക്ഷൻ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോസ് ലൂപ്പിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന കറണ്ടിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് അങ്ങോട്ട് അസ്യൂം ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ ആ ക്ലോസ് ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അപ്പം ഈ ഒരു പാറ്റേണിൽ ആ ക്ലോസ് ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ലെറ്റ്സ് കോൾ ദിസ് ആസ് ലൂപ്പ് 1. ഈ ലൂപ്പ് 1ൽ നമ്മളുടെ KVL എന്ന് പറഞ്ഞിട്ട് കിർച്ചോഫ്സ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യാണ് വിചാരിച്ചു. കിർച്ചോഫ്സ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സിഗ്മ ഇ എന്ന് പറയുന്നത് എന്താ? സം ഓഫ് EMF ഓഫ് ദ ക്ലോസ് ലൂപ്പ്. അപ്പൊ ഈ ക്ലോസ് ലൂപ്പിൽ എത്ര സെല്ലുകൾ ഉണ്ട് അല്ലെ, എത്ര ബാറ്ററി ഉണ്ട്? ഈ ക്ലോസ് ലൂപ്പിനുള്ള ഒരൊറ്റൊരു ബാറ്ററി ഉള്ളൂ. എത്ര? ഏതാ? 10 വോൾട്ട് ബാറ്ററി. അപ്പം സിഗ്മ ഇക്ക് പകരം നമ്മൾ ഇവിടെ 10 എന്നാണ് കൊടുക്കേണ്ടത്. +10 കൊടുക്കണോ -10 കൊടുക്കണോ? അതിനൊരു സൈൻ കൺവെൻഷൻ ഉണ്ട്. എന്താണ് സൈൻ കൺവെൻഷൻ? സൈൻ കൺവെൻഷൻ എന്താ പറയുന്നത് പറഞ്ഞാല്, നമുക്ക് +10 ആണോ -10 ആണോ അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു സെല്ലാണ്, ആ സെല്ലിന്റെ EMF E ആണ്. ആ സെല്ലിന്റെ അടുത്തുള്ള ലൂപ്പിന്റെ ഡയറക്ഷൻ, ദാ ഇങ്ങനെയാണ് ചോദിച്ചോ. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. സെല്ലിന്റെ അടുത്തുള്ള ലൂപ്പിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ നമ്മൾ ഈ EMFനെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതായത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കുകയാണ്, ലൂപ്പിന്റെ ഡയറക്ഷൻ ദാ ഇങ്ങോട്ടല്ലേ, ഈ ഡയറക്ഷനിലാണ് ലൂപ്പിന്റെ ഡയറക്ഷൻ എങ്കിൽ ഇവിടെ ലൂപ്പിന്റെ ഡയറക്ഷൻ എവിടുന്ന് എവിടേക്കാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പൊ EMFന് എന്തായാലും എടുക്കണം? പോസിറ്റീവ് എടുക്കണം. അതായത് +10 എന്ന് പറയുമ്പോൾ 10 is equal to നമ്മളുടെ സിഗ്മ IR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള I എത്രയാണ്? ഇവിടെയുള്ള I1, R എത്രയാണ്? 1. അപ്പൊ ഇവിടെ IR എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 × 1. പക്ഷെ അതിനെയും +I1 × 1 ആണോ -I1 × 1 ആണോ എന്ന് എടുക്കണമെങ്കിൽ അതിനൊരു റൂൾ ഉണ്ട്. ആ റൂൾ ഇതാണ്. നമ്മളിപ്പം ഒരു റെസിസ്റ്റർ ഉണ്ട്, ആ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് വിചാരിക്കുക അതാ ഇങ്ങനെയാണെന്ന് വെച്ചു. ഈ ഡയറക്ഷനാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് IRനെ പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ അറിയണമെങ്കിൽ അതിനടുത്തൂടെ പാസ് ചെയ്യുന്ന ലൂപ്പ് നോക്കണം. അതിനടുത്തൂടെ പാസ് ചെയ്യുന്ന ലൂപ്പ് ഇങ്ങനെയാണ്. അപ്പൊ നോക്കുക, ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ അല്ലേ? ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആ കേസിൽ IRനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. IRനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള I1 × 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ലൂപ്പിന്റെ ഡയറക്ഷനും അതേ ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ ലൂപ്പിന്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആണ്. IR പോസിറ്റീവ് ആണ് എടുക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1 × I1 അല്ലേ? കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ ലൂപ്പിലുള്ള വേറെ റെസിസ്റ്റർ ഏതാ? ഈ 2 ohm റെസിസ്റ്റർ ആണ്. ആ 2 ohm റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? I1 ആണോ? അല്ല, I1 + I2 ആണ്. ആ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതിൻ്റെ അടുത്തുള്ള ലൂപ്പിന്റെ ഡയറക്ഷനും അതേ ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ നമ്മൾ IRനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 2 × I1 + I2. ഓക്കെ, ഇങ്ങനെ കിട്ടി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് ലൂപ്പിൽ നമ്മൾ സർക്യൂട്ടിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. ഇനി അതിനെ വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ ദാ ഇവിടെ ഒരു ലൂപ്പ് എടുത്തിട്ട് ആ ലൂപ്പിൽ നമ്മൾ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൂപ്പിന് ഒരു ഡയറക്ഷൻ നമ്മൾ കൊടുത്തു. ഏത് ഡയറക്ഷൻ വേണേൽ കൊടുക്കട്ടോ, പക്ഷെ ഞാനിത് ഇങ്ങനെ കൊടുത്തു വെറുതെ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു. അപ്പം ഇനി ഇവിടെ നോക്കുകയാണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഇവിടെ ഈ ലൂപ്പിനുള്ളിൽ എത്ര സെല്ലുണ്ട്? 2 സെല്ലുകളുണ്ട്. 2 സെല്ലില് ഈ സെല്ലിനെ നമ്മൾ പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ? അപ്പോൾ ഈ ലൂപ്പിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്, അതുകൊണ്ട് +20. ഇനി ഇവിടെ ഈ സെല്ലിന്റെ അടുത്തുള്ള ലൂപ്പ് നോക്കുക, ആ ലൂപ്പിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് എവിടുന്ന് എവിടേക്കാണ്? നമ്മളുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ അതിനോട് -10. ശരിയല്ലേ?
is equal to